നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ നിങ്ങൾക്ക് ഒരു വിലയും നൽകുന്നില്ലെങ്കിൽ അതിന് എന്താണ് കാരണം? നമുക്ക് വില തരാത്തത് ചിലപ്പോൾ ഭർത്താവാവാം, ഭാര്യയാവാം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആരുമാകാം. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ഥാനം എങ്ങും ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാനം നേടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട്, നിങ്ങളില്ലെങ്കിലും അവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ട്, കാരണമില്ലാത്ത കാരണമുണ്ടാക്കി അവർ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ എന്തും പറയാനുള്ള അധികാരം അവരിൽ ഉണ്ട് എന്ന് അവരും പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്താലും അവർ ഒരിക്കലും അത് കാണില്ല. അവർക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഒരിക്കലും നിങ്ങളെ കഷ്ടപ്പാടിനെ അംഗീകരിക്കില്ല. പകരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും മിച്ചം. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കടമകൾക്കിടയിൽ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യമെങ്കിലും ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളുടെ ആ വിജയത്തിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ മനസമാധാനത്തോടുകൂടി ആയിരിക്കും അത് ചെയ്യുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പകരം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്കിടയിൽ മനസ്സ് തകർന്ന് ഞാൻ ഒരിക്കലെങ്കിലും അവരുടെ മുന്നിൽ വിജയിക്കും എന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയിലായിരിക്കും നിങ്ങളുടെ ആ പ്രയത്നം തുടരേണ്ടി വരുന്നത്. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നവർ ആണെങ്കിലും ചില സമയത്തെ ഒറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ഒരു വിലയും തരാത്തതാണ്. ദേഷ്യത്തിൽ അവർ നിങ്ങളെ പറയുന്ന ഒത്തിരി വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അവർ ആ നിമിഷത്തിനുള്ളിൽ ദേഷ്യത്തിൽ പറയുന്നത് മാത്രമല്ല, അവർക്ക് നിങ്ങളോടുള്ള മനസ്സിന്റെ കാഴ്ചപ്പാടാണ് അവർ തുറന്നു പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ഒറ്റപ്പെടുത്തലുകളിൽ സങ്കടപ്പെടാനാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കാം. എന്നാൽ അവർ നിങ്ങളോടുള്ള കുറ്റപ്പെടുത്തലുകൾ മാറി കുറ്റം ഏറ്റെടുത്ത് സംസാരിക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാകണം നിങ്ങളുടെ കഴിവ് എന്താണെന്ന്. നിങ്ങളുടെ കഴിവ്, ശ്രമങ്ങൾ ഇവയെല്ലാം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ മാത്രം ആയിരിക്കരുത് കാണിക്കേണ്ടത്. പകരം നിങ്ങളുടെ കടമകൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം വിജയത്തിൽ കൂടി നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളെ കുറ്റപ്പെടുത്തിയവർക്കും പറഞ്ഞ് നിങ്ങൾ കാരണം സ്വയം അഭിമാനിക്കാൻ കഴിയണം. ഒപ്പമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ ഒരു തവണയും പലതവണയും മാറി നിങ്ങളെ എന്തും പറയാമെന്നുള്ള ധൈര്യത്തിൽ ദേഷ്യപ്പെട്ട് അതിരുവിട്ട് സംസാരിക്കുമ്പോൾ പിന്നീട് അതെല്ലാം മറന്ന് നിങ്ങളോട് പഴയതിലും സ്നേഹത്തോടെ പെരുമാറിയാലും നിങ്ങളുടെ മനസ്സിൽ അവർ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മാഞ്ഞു പോകരുത്. കാരണം അതൊരിക്കലും അവരെ തളർത്താനല്ല, പകരം നിങ്ങൾ സ്വയം തളരാതെ ഉയരാൻ ആയിരിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന കാര്യങ്ങളും നിങ്ങളുടെ കഴിവുകളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മടിക്കുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് നിങ്ങൾ എന്ന വ്യക്തി തന്നെയാണ് എന്ന് എപ്പോഴും സ്വയം മനസ്സിലാക്കുക. ഒരിക്കലും ആർക്കു വേണ്ടിയും ഒരു കാരണവുമില്ലാതെ താഴ്ന്നു കൊടുക്കരുത്. പ്രതികരിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ മുന്നോട്ടു പോകാനുള്ള തീയാക്കി മാറ്റുക. നിങ്ങളെ മുന്നോട്ട് നയിക്കാനും വിജയിപ്പിക്കാനും മറ്റാരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സ്വയം തിരിച്ചറിയുക. മറ്റൊരാൾ നിങ്ങളെ വിജയത്തിലെത്തിക്കുമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങി തിരിക്കണം. ഏത് മോശാവസ്ഥയിലും അതിന്റെ വഴികൾ സ്വയം കണ്ടെത്തണം. നമ്മളാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ വില എന്താണെന്ന്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾക്ക് അതിനു കഴിയാതെ വരുന്ന കാലം വരെ കുറ്റപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനാൽ നിങ്ങളുടെ ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കി തുടരുക. നിങ്ങൾക്കും വരും നിങ്ങളുടെ ഒരു ദിവസം.